ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ വർഷം ഒരു നടൻ നായകനായി അഭിനയിച്ച 12 പരം സിനിമകൾ തിയേറ്ററിലെത്തുക. അതിലെ പെർഫോമൻസ് കാരണം അയാൾ മോളിവുഡിന്റെ മുഖമായി മാറുക. മറുവശത്ത് മറ്റൊരു യുവനടൻ തന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച 3 കഥാപാത്രങ്ങൾ ബാക്ക് ടു ബാക്ക് ആയി നൽകി ഇൻഡസ്ട്രിയിലേക്ക് ഗംഭീരമായി തിരിച്ചു വന്ന സമയം. പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ 2 നെടും തൂണുകൾ. അതിലൊരാൾ ഗംഭീര തിരിച്ചറിവ് നടത്തിയപ്പോൾ മറ്റൊരാൾ നൽകിയത് ഇന്ത്യൻ സിനിമ മുഴുവൻ ഉറ്റുനോക്കിയ ലോകത്തിന്റെ പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ട ഒരു വിസ്മയ ചിത്രം. ഇതിനിടയിൽ യാതൊരു ബഹളവുമില്ലാതെ പ്യുവർ മസാല കോമഡികളിലൂടെ ബോക്സ് ഓഫീസ് അടക്കി ഭരിച്ച മറ്റൊരു ജനപ്രിയ നായകൻ. ഇതെല്ലാം സംഭവിച്ചത് ഏതെങ്കിലും ഒരു ദശാബ്ദത്തിലല്ല, ഒരൊറ്റ വർഷം കൊണ്ടാണ്. അതെ, 2013 മലയാള സിനിമയുടെ സുവർണ വർഷം. 12 മാസത്തെ ഇടവേളയിൽ മലയാള സിനിമയുടെ ഓൾഡ് സ്കൂൾ റൂൾസ് മാറ്റി എഴുതിയ വർഷം. വെറും സൂപ്പർ സ്റ്റാർ ഇമേജിന് പിന്നാലെ പോകാതെ പ്യുവർ കണ്ടന്റിന് പ്രാധാന്യം കൊടുത്ത സുവർണകാലം. എഡ്ജ് ഓഫ് ദ സീ ത്രില്ലറുകൾ, ക്ലാസിക് ലവ് സ്റ്റോറികൾ, ഒരുപാട് ചിരിപ്പിച്ച കോമഡി പടങ്ങൾ, അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന മാസ് പടങ്ങൾ, ഫീൽ ഗുഡ് സിനിമകൾ, അങ്ങനെ എല്ലാ ജോണറുകളും ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച സമയം. അതൊരു സ്ക്രിപ്റ്റ് റെവല്യൂഷൻ തന്നെയായിരുന്നു. ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളം നെഞ്ചുവിരിച്ചു നിന്ന ആ സുവർണ വർഷത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതിനു മുന്നേ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹേസന. അധികമാരും സംസാരിക്കാത്ത ചില സിനിമാ വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിൽ പങ്കുവയ്ക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 2000ന്റെ അവസാനങ്ങളിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒരേ അച്ചിൽ വാർത്ത പോലത്തെ ലൗഡായ കൊമേഴ്ഷ്യൽ പടങ്ങൾ. അത് പൂർണ്ണമായും പൊളിച്ച് എഴുതിയത് 2013ലാണ്. ഓരോ കഥാപാത്രത്തിനും ജീവൻ വെക്കുന്ന മാന്ത്രികതയിലേക്ക് ഫിലിം മേക്കേഴ്സ് ചുവട് വെച്ച വർഷം. ആ വലിയ മാറ്റത്തിന് തുടക്കമിട്ട ജനുവരി മാസത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരു വശത്ത് വലിയ കൊമേഴ്ഷ്യൽ സിനിമകൾ തിയേറ്ററുകളിൽ തകർക്കുമ്പോൾ രാജീവ് രവി തന്റെ അന്നയും റസൂലുമായി എത്തുന്നു. അതൊരു സാധാരണ റൊമാന്റിക് പടം മാത്രമായിരുന്നില്ല, മലയാളത്തിൽ റിയലിസ്റ്റിക് സിനിമകൾക്ക് വിപ്ലവകരമായ തുടക്കം കുറിച്ച ചിത്രം. കൊച്ചിയിൽ ഒരു ടാക്സി ഡ്രൈവറും ഒരു സെയിൽസ് ഗേളും തമ്മിലുള്ള പ്രണയം, 2 മതങ്ങളിൽ ജീവിക്കുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതുവരെ മലയാള സിനിമ അധികം കണ്ടിട്ടില്ലാത്ത റിയലിസ്റ്റിക് ഫ്രെയിമിങ്ങും സിംഗ് സൗണ്ടും ഒക്കെയായി അതൊരു മാസ്റ്റർ ക്ലാസ് അനുഭവം തന്നെയായിരുന്നു. കഥാ, സംവിധാനം, ക്യാമറ, സംഗീതം തുടങ്ങി ഏത് മേഖല എടുത്താലും ഒന്നിനൊന്ന് മെച്ചം. ഈ ലവ് സ്റ്റോറി ശരിക്കും നമ്മളെ ബ്രേക്ക് ചെയ്യും, ട്രോമറ്റൈസ് ചെയ്യും. ഫഹദിന്റെയും ആൻഡ്രയുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ഒടുവിൽ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡുകളും വരെ വാരിക്കൂട്ടിയ ചിത്രം. 2013 മലയാളം കണ്ട ആദ്യത്തെ വണ്ടർ ഇതായിരുന്നു. അന്നയും റസൂലും പോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ ഒരു വശത്ത് തരംഗമാകുമ്പോൾ തന്നെ പ്രേക്ഷകർ തിയേറ്ററുകളിൽ വൻതോതിൽ ആഘോഷമാക്കിയ മറ്റൊരു ചിത്രമുണ്ട്, കമ്മത്തൻ കമ്മത്ത്. അതായത് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾക്ക് മാത്രമല്ല, തന്നെ കൊമേഴ്ഷ്യൽ സിനിമകൾക്കും മലയാളികൾ അന്ന് ഒരേപോലെ കൈയടിച്ചു. അങ്ങനെ റിയലിസ്റ്റിക് പരീക്ഷണ ചിത്രങ്ങളും മാസ് മസാല പടങ്ങളും ഒരേപോലെ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി. അതേ സമയം തന്നെയാണ് കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും ചേർന്ന് ചിരിയുടെ പടക്കം തീർത്ത റൊമാൻസ് തിയേറ്ററുകളിൽ എത്തിച്ചത്. പിന്നെ ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടത് മലയാള സിനിമയുടെ മറ്റൊരു തലമായിരുന്നു, പൃഥ്വിരാജിന്റെ സെല്ലുലോയിഡ്. വെറും ഒരു ബയോപിക് ആയിരുന്നില്ല അത്. മലയാള സിനിമ എന്ന വികാരം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും അതിനുവേണ്ടി JC ഡാനിയൽ എന്ന മനുഷ്യൻ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണെന്നും നമ്മളെ ഓർമ്മിപ്പിച്ച ചിത്രം. മലയാള സിനിമയുടെ പിതാവിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ആദരവ് കൂടിയായിരുന്നു അത്. പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന്. ഒപ്പം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ കമൽ സാർ കാണിച്ച ആഴവും കൂടിയായപ്പോൾ ആ വർഷത്തെ മികച്ച ചിത്രം, മികച്ച നടൻ തുടങ്ങി ഒട്ടനവധി സംസ്ഥാന അവാർഡുകൾ സെല്ലുലോയിഡ് വാരിക്കൂട്ടി. ആ മാസം വന്ന് ഞെട്ടിച്ച മറ്റൊരു സിനിമയായിരുന്നു ഷട്ടർ. ഒരു ചെറിയ മുറിയും അതിനു മുന്നിൽ വേണ ഒരു ഷട്ടറും. ജോയ് മാത്യുവിന്റെ ഒരു മാസ്റ്റർ പീസ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഒരൊറ്റ സിറ്റുവേഷൻ വെച്ച് മലയാളികൾ എന്നും ഓർക്കുന്ന അത്രയും ടെൻഷൻ നിറച്ച ഒരു സറ്റയർ ഡ്രാമ വേറെയുണ്ടോ എന്നത് സംശയമാണ്. നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന സദാചാര ബോധത്തിന്റെ നേർക്ക് പിടിച്ച വലിയൊരു കണ്ണാടി തന്നെയായിരുന്നു ഈ ചിത്രം. പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്താൻ വലിയ സെറ്റുകളോ ഫൈറ്റ് സീനുകളോ വേണ്ട, വെറും സംഭാഷണങ്ങളുടെ കരുത്തും നല്ലൊരു തിരക്കഥയും ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് ഷട്ടർ തെളിയിച്ചു. അന്ന് ക്രിട്ടിക്കലി വലിയ രീതിയിൽ പ്രശംസ നേടിയ മറ്റൊരു മികച്ച ചിത്രം. ശരിക്കും 2013 തുടങ്ങിയത് തന്നെ അന്നയും റസൂലും എന്ന ഹാർഡ് കോർ റിയലിസത്തിലൂടെയാണല്ലോ. എന്നാൽ ആ റിയലിസത്തിലേക്ക് ഒരല്പം മാജിക്കൽ റിയലിസം കൂടി ചേർത്ത് മാർച്ച് മാസത്തിൽ ലിജോ ജോസ് പല്ലിശ്ശേരി ആ വിസ്മയം തീർത്തു. ആമേൻ. സിനിമയെ വെറും ഒരു കണ്ണാടിയായി കാണാതെ ഒരു സ്വപ്നം പോലെ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് പോലെ സ്ക്രീനിൽ കാണിച്ചു തന്ന ചിത്രം. ആമേൻ വെറും ഒരു സിനിമയായിരുന്നില്ല, അതൊരു സെൻസറി എക്സ്പ്ലോഷൻ ആയിരുന്നു. ഒരു പള്ളിയിലെ ക്വയറിനെ കേന്ദ്രീകരിച്ച് ഒരു കൊച്ചു കഥയെ ലിജോ എങ്ങനെയാണ് ഇതിഹാസ തുല്യമാക്കിയതെന്ന് നമ്മൾ കണ്ടു. സാധാരണ ജീവിതത്തിൽ അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിക്കുകയും എന്നാൽ ആരും അത്ഭുതപ്പെടാതെ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആ മാജിക്കൽ റിയലിസം മലയാളികൾക്ക് അന്ന് പുതിയൊരു അനുഭവമായിരുന്നു. ഇന്ദ്രജിത്തിന്റെ ആ സ്റ്റൈലിഷ് എൻട്രിയും ഫാദിന്റെ അതിമനോഹരമായ മറ്റൊരു കഥാപാത്രവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുതു തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്?
അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. പി എസ് റഫീഖിന്റെ തിരക്കഥയിൽ ദൈവവിശ്വാസവും സഭയും മനുഷ്യരുടെ പകയുമെല്ലാം കൂട്ടിണക്കി കുമരങ്കരി എന്ന ഗ്രാമത്തെ നമ്മൾ ഇന്നും നെഞ്ചിലെറ്റുന്നത് ആ സിനിമയുടെ മാജിക് കൊണ്ടാണ്. അങ്ങനെ ആമൻ വന്ന് എല്ലാവരെയും ഞെട്ടിച്ചു നിൽക്കുമ്പോൾ അതേ മാസം തന്നെ മറ്റൊരു പരീക്ഷണ ചിത്രം കൂടി തിയേറ്ററിലെത്തുന്നു. ആസിഫ് അലിയുടെ കിളിബോയ്. മലയാളികൾ അതുവരെ കണ്ടു ശീലിച്ച ക്ലീശ കോമഡികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റോണർ കോമഡി. ഒരു രാത്രിയിൽ ഒരു കൂട്ടം യുവാക്കൾക്ക് സംഭവിക്കുന്ന അത്ഭുതങ്ങളും ബഹളങ്ങളുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രമേയം. അക്കാലത്ത് മലയാളത്തിൽ ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള ഒരു സബ്ജക്ട്. സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലും കളർ ടോണും എഡിറ്റിംഗും എല്ലാം തിയേറ്ററുകളിൽ വലിയൊരു ഫ്രഷ് ഫീൽ നൽകി. ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഇതൊരു വലിയ ഹിറ്റ് ആയില്ലെങ്കിലും യൂത്ത് ഓഡിയൻസിനിടയിൽ ഈ സിനിമ വലിയൊരു കൾട്ട് തന്നെയായി മാറി. മലയാള സിനിമ ഒരേ അച്ചിൽ നിന്ന് പുറത്തു കടക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കിളിബോയ്. ഏപ്രിൽ മാസം എത്തിയപ്പോൾ ആ മൊമെന്റം ഒന്നുകൂടി കൂടി. അന്നയും റസൂലും ആമേനും തുടങ്ങിയ പരീക്ഷണ ചിത്രങ്ങൾ ഒരു വശത്ത് തരംഗമാകുമ്പോൾ മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്ന തനി നാടൻ തമാശപ്പടങ്ങളും 2013 ഒട്ടും കുറവായിരുന്നില്ല. അതിനൊരു മികച്ച ഉദാഹരണമായിരുന്നു വൈശാഖ് സംവിധാനം ചെയ്ത സൗണ്ട് തോമ. ദിലീപ് എന്ന നടന്റെ ആ കിഡിലൻ കോമഡി ടൈമിങ്ങും വോയിസ് മോഡുലേഷനും ഒക്കെ കൂടി ചേർന്നപ്പോൾ ഫാമിലിയുടൻ ശരിക്കും അതൊരു ആഘോഷമാക്കി മാറ്റി. പുതിയ പരീക്ഷണങ്ങൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എന്റർടൈൻമെന്റ് സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആഗ്രഹം കൂടിയാണ് ഈ ചിത്രം തിയേറ്ററിൽ പ്രതിഫലിപ്പിച്ചത്. എന്നാൽ അതേ ഏപ്രിൽ മാസം തന്നെ നമ്മൾ കണ്ടത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ക്വാളിറ്റി സിനിമയാണ്. ഫഹദിനെയും മമ്മൂക്കയെയും കേന്ദ്രീകരിച്ച് ലാൽ ജോസ് ഒരുക്കിയ ഇമ്മാനുവൽ. മമ്മൂക്കയുടെ പതിവ് മാസ് പടങ്ങളിലെ ലൗഡായ ഡയലോഗുകളോ ഫൈറ്റുകളോ ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും അയാളുടെ നിശബ്ദമായ അതിജീവനവും ഈ ചിത്രം വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചു. ടെക്നിക്കലി ബ്രില്യന്റ് ആയ ചിത്രങ്ങളും ഹൃദയസ്പർശിയായ കഥകളും നമ്മൾ കണ്ടു തുടങ്ങിയ വർഷമായിരുന്നു 2013. പക്ഷെ മെയ് മാസത്തിൽ മലയാള സിനിമ നമ്മളോട് ചോദിച്ച അതിലും വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. കാലങ്ങളായി ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടുവന്ന ആ ടോക്സിക് മാസ്കുലാനിറ്റി, സൂപ്പർ ഹീറോയിസും ഒന്നുമല്ല യഥാർത്ഥ സിനിമയെന്ന് റോഷൻ ആൻഡ്രൂസ്, ബോബി സംജയ് ടീമിന്റെ മുംബൈ പോലീസ് നമ്മളെ പഠിപ്പിച്ചു. ഇന്നും തിരക്കഥാ ചർച്ചകളിൽ ഒരു പാഠപുസ്തകം പോലെയാണ് എല്ലാവരും ഈ സൈക്കോളജിക്കൽ മാസ്റ്റർ പീസിനെ കാണുന്നത്. ഒരു പോലീസ് ഓഫീസറിനെ പറ്റി നമ്മൾ കണ്ടുവന്ന എല്ലാ സങ്കല്പങ്ങളെയും ഈ സിനിമ തകർത്തെറിഞ്ഞു. Yes, Farhan. I have found the culprit. ഇന്നിപ്പോ പോലീസ് ഫോഴ്സ് അല്ലേ? ഞാനാടാ. ഞാൻ അവനെ കൊന്നത്. പൃഥ്വിരാജ് അവതരിപ്പിച്ച ആന്റണി മോസസ് എന്ന മാസ് പോലീസ് കഥാപാത്രത്തിന്റെ ലെയറുകൾ വളരെ പതുക്കെ മാറ്റി അയാളുടെ ഉള്ളിലെ ഭയവും സങ്കീർണതകളും പ്രേക്ഷകരുടെ മുന്നിൽ തുറന്നു വെച്ചു. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു ഷോക്ക് വാല്യൂ ആയിരുന്നില്ല, അതൊരു ധീരമായ തീരുമാനമായിരുന്നു. ഹീറോയിസം എന്നാൽ പഞ്ച് ഡയലോഗുകൾ മാത്രമല്ല എന്ന് ഈ ചിത്രം തെളിയിച്ചു. നമ്മുടെ മെയിൻ സ്ട്രീം നടന്മാർ പോലും ഇത്തരം കോംപ്ലക്സ് ആയ കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് മുംബൈ പോലീസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതേസമയം തന്നെ മലയാള സിനിമയുടെ എഡിറ്റിംഗ് ഗ്രാമർ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരാൾ വന്നു. അൽഫോൺസ് പുത്രൻ തന്റെ ആദ്യ ചിത്രമായ നേരവുമായിട്ട്. മലയാളികൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത നോൺ ലീനിയർ കട്ടുകളും സ്ലോ മോഷൻ ഷോട്ടുകളും പിന്നെ തമിഴിൽ മലയാളത്തിൽ ഒരുപോലെ തരംഗമായ പാട്ടുകളുമൊക്കെയായി അതൊരു പുത്തൻ അനുഭവമായിരുന്നു. ഇതൊരു സാധാരണ ഡാർക്ക് കോമഡി ത്രില്ലർ ആയിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറി മറിയുന്ന മാത്യു എന്ന കഥാപാത്രത്തിലൂടെ സമയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കളിക്കുകയെന്ന് വളരെ ക്യുക്കായ ശൈലിയിൽ അൽഫോൺസ് അവതരിപ്പിച്ചു. നിവിൻ പോളിയും നസ്രയും തമ്മിലുള്ള കെമിസ്ട്രിയും ബോബി സിംഹയുടെ വട്ടരാജ എന്ന കിടലൻ വില്ലൻ കഥാപാത്രവും കൂടിയായപ്പോൾ 2013 യൂത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായി ഈ ചിത്രം മാറി. സോറി. ശരിക്കും പരീക്ഷണങ്ങൾക്കും കൊമേഴ്ഷ്യൽ സിനിമകൾക്കും ഇടയിലുള്ള ആ നേർത്ത വരയിലായിരുന്നു അൽഫോൺസ് പുത്രൻ തന്റെ മാജിക് കാണിച്ചത്. ഇനി 2013 ആ സീരിയസ് വൈബ് നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? മെയ് മാസത്തിൽ തന്നെ വന്ന മറ്റൊരു കിടിലൻ റിലീസായിരുന്നു ABCD, അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ഡേസി. അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ജോൺസിന്റെയും കോരയുടെയും കഥ പറഞ്ഞപ്പോൾ മലയാള സിനിമ ശരിക്കും ഒരു പുതുതലമുറയുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ദുൽഖർ സൽമാന്റെ ആ സ്റ്റൈലിഷ് പ്രകടനവും ഗ്രിഗറിയുടെ കോമഡി ടൈമിങ്ങും ഒക്കെ ചേർന്ന് 2013 ഏറ്റവും എനർജറ്റിക് ആയ ചിത്രങ്ങളിലൊന്നായി ABCD മാറി. പണ്ട് നമ്മൾ കണ്ടു ശീലിച്ച തമാശകളിൽ നിന്ന് മാറി സിറ്റുവേഷണൽ കോമഡിയും വളരെ ഫ്രഷ് ആയ ഡയലോഗുകളും കൊണ്ട് ഈ ചിത്രം അന്ന് വലിയൊരു യൂത്ത് തരംഗമായി മാറി. 2013 ഈ വേഴ്സറ്റാലിറ്റിയെ പറ്റി പറയുമ്പോൾ ജൂൺ മാസത്തിൽ ഇറങ്ങിയ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് മൂവിയെ നമുക്ക് ഒരിക്കലും വിട്ടുപോകാനാവില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത, മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം മലയാളത്തിലെ രാഷ്ട്രീയ സിനിമകളിൽ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിലേക്ക് ക്യാമറ വെച്ചപ്പോൾ അധികാരം മനുഷ്യനെ എങ്ങനെ മാറ്റുന്നുവെന്ന് വളരെ ക്രൂരമായ സത്യസന്ധതയോടെ ഈ ചിത്രം തുറന്നു കാണിച്ചു. ഇടതുപക്ഷവും വലതുപക്ഷവും എന്നതിലുപരി അധികാരത്തിനായുള്ള മനുഷ്യന്റെ ഓട്ടം ജീവിതങ്ങളെ എങ്ങനെ തകർക്കുന്നു എന്നാണ് സിനിമ സംസാരിച്ചത്. മുരളി ഗോപിയുടെ അതിഗംഭീരമായ ഡയലോഗുകളും തിരക്കഥയുമായിരുന്നു ഇതിന്റെ നട്ടെല്ല്. നിങ്ങളെ തല്ലിയത് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ വേണ്ട. എന്തോന്ന് വേണ്ടെന്ന് മാപ്പ് പറഞ്ഞിട്ട് പോടാ.
എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല. ഒരാളുടെ പടവേ ഉള്ളൂ. എന്റെ തന്തയുടെ മാപ്പ് ജയം പറയൂല. 2013 മലയാളം തിരക്കഥകൾ എത്രത്തോളം മൂർച്ചയുള്ളതായിരുന്നു എന്ന് പറയാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഇന്ദ്രജിത്തും മുരളീഗോപിയും മത്സരിച്ച് അഭിനയിച്ചപ്പോൾ ഇത് വെറുമൊരു സിനിമയല്ലാതായി നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ നേർക്കാഴ്ചയായി മാറി. നിർഭാഗ്യവശാൽ അന്ന് ചില കോണുകളിൽ നിന്ന് വരുന്ന കടുത്ത എതിർപ്പുകൾ കാരണം ഈ ചിത്രത്തിന് തിയേറ്ററുകളിൽ അർഹിച്ച വിജയം നേടാനായില്ല. പക്ഷെ കാലം അതിനെ മാറ്റിമറിച്ചു. ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രത്തോളം ക്രിട്ടിക്കലി അക്ലെയിം കിട്ടിയ മറ്റൊരു ചിത്രം വേറെയില്ലെന്ന് നിസ്സംശയം പറയാം. അതേ മാസം തന്നെ ആ ഗൗരവമൊക്കെ മാറ്റിപ്പിടിച്ച് തിയേറ്ററിലേക്ക് വന്ന ഒരു ഫ്രഷ് വൈബായിരുന്നു ലാൽ ജൂനിയറിന്റെ ഹണീബി. കൊച്ചിയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ സൗഹൃദവും പ്രണയവും കല്യാണവും ഒക്കെ വളരെ കൂളായിട്ട് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലെയാണ് ഈ സിനിമ കാണിച്ചു തന്നത്. ആസിഫ് അലിയും ഭാവനയും തമ്മിലുള്ള കെമിസ്ട്രിയും ഒപ്പം ലാലിന്റെയും ബാബുരാജിന്റെയും തമാശകളും ചേർന്നപ്പോൾ അതൊരു തികഞ്ഞ യൂത്ത്ഫുൾ എന്റർടൈൻമെന്റ് ആയി മാറി. 2013 വന്ന രസകരമായ സിനിമകൾക്കിടയിൽ കോളേജ് പിള്ളേരെയും യുവതലമുറയെയും കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തിച്ച വലിയൊരു ഘടകമായിരുന്നു ഹണീബി. അങ്ങനെ ജൂലൈ കഴിഞ്ഞ് ഓണവും റംസാനും ഒക്കെ ആയപ്പോൾ ഫെസ്റ്റിവൽ സീസണായ ഓഗസ്റ്റ് മാസം എത്തി. തീർത്തും വ്യത്യസ്തമായ ഒരു മാസ്റ്റർ പീസ് സാക്ഷ്യം വഹിച്ച മാസം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഗോൾഡൻ ഡബിൾ എന്ന് ഈ ആഗസ്റ്റിനെ വിളിക്കാം. അതിലൊന്ന് നമ്മൾ ഇരുളടഞ്ഞ ഒരു സീരിയൽ കില്ലറുടെ മനസ്സിനുള്ളിലേക്ക് വലിച്ചയച്ചപ്പോൾ, മറ്റൊന്ന് തുറസായ റോഡുകളിലൂടെ നമ്മളോട് ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ആദ്യത്തേത് ജിത്തു ജോസഫിന്റെ മെമ്മറീസ്. മലയാള ക്രൈം ത്രില്ലർ വിഭാഗത്തിലെ ഒരു ബെഞ്ച് മാർക്ക് ചിത്രമായിരുന്നു ഇത്. സാം അലക്സ് എന്ന പോലീസ് ഓഫീസറെ ഒരു ഹീറോ ആയിട്ടല്ല, മറിച്ച് ജീവിതം തകർന്ന മദ്യത്തിനടിമയായ ഒരു മനുഷ്യനായിട്ടാണ് ജിത്തു ജോസഫ് ഇതിൽ അവതരിപ്പിച്ചത്. പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളോ ജമ്പ് സ്കെയറുകളോ വലിയ ബഹളങ്ങളോ ഇല്ലാതെ തന്നെ നിഴലുകളും ഇരുട്ടും വെച്ച് അങ്ങനെ ഒരു സിനിമയെ ഗ്രിപ്പിംഗ് ആക്കാമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ചിത്രം. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. തൽക്കാലം സങ്കടം സഹിക്ക വയ്യാതെ വരുമ്പോ ഒരിറ്റാശ്വാസം തരുന്ന ഇവനാണ് എന്റെ ദൈവം. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുമ്പോഴും പൃഥ്വിരാജ് എത്രത്തോളം ആഴമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു മെമ്മറീസ്. ആ ഗോൾഡൻ ഡബിളിലെ രണ്ടാമത്തെ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ട്രാവൽ കൾട്ട് ക്ലാസിക്കായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. സമീർ താഹിറും ഷാഹിർ അഹമ്മദും ചേർന്ന് ഒരുക്കിയ ഇതൊരു വെറും ബൈക്ക് മൂവി മാത്രമായിരുന്നില്ല. ഒരു യാത്രയിലൂടെ കമ്മ്യൂണിസവും മതപരമായ തർക്കങ്ങളും രാഷ്ട്രീയവും പിന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവർ ഇതിലൂടെ പറഞ്ഞു വെച്ചു. വലിയ ഡയലോഗുകൾക്ക് പകരം നിശബ്ദതയും കാഴ്ചകളും കൊണ്ട് സമീർ താഹിർ ഒരുക്കിയ കവിത. ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തെയും ജീവിതത്തെയും മാറ്റിമറിക്കുന്നെന്ന് അതീവ മനോഹരമായി ഈ ചിത്രം പറഞ്ഞു. 2013 മലയാള സിനിമ എത്രത്തോളം പക്വത പ്രാപിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാസിയുടെയും സുനിയുടെയും ആ യാത്ര. ഈ ഒരു ക്യാരക്ടർ ഡ്രിവൺ ബ്രില്യൻസ് സെപ്റ്റംബറിലും തുടർന്നു. അനിൽ രാധാകൃഷ്ണമേനോന്റെ നോർത്ത് 24 കാതം OCD ഉള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ അത്രത്തോളം ആഴത്തിലും ഹൃദ്യമായും മലയാള സിനിമയിൽ അതിനു മുമ്പ് ആരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ട്രെയിൻ യാത്രയിലൂടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയും മോടികൾ പൊളിച്ച് ഉള്ളിലെ ഭയത്തെയും അനിൽ അത്ര മനോഹരമാക്കിയാണ് നമുക്ക് മുന്നിലെത്തിച്ചത്. 2013 നമ്മൾ കണ്ട ഏറ്റവും വലിയ ഇമോഷണൽ മാസ്റ്റർ പീസ് എന്ന് തന്നെ ഈ ചിത്രത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാം. I lost something. സോറി, എനിക്കെന്തോ നഷ്ടപ്പെട്ടു. അതിന് നഷ്ടപ്പെടാൻ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അറിയില്ല. ഇത്രയേറെ പരീക്ഷണ ചിത്രങ്ങൾ ഒരു വശത്ത് തരംഗമാകുമ്പോഴും തിയേറ്ററുകളിൽ ചിരിയുടെ മലപ്പടക്കം തീർത്ത ദിലീപിന്റെ ശൃംഗാരവലൻ പോലുള്ള പക്ക കൊമേഴ്ഷ്യൽ സിനിമകളും പ്രേക്ഷകർ വൻതോതിൽ ആഘോഷിച്ചിരുന്നു. അതായത് 2013 വെറും എക്സ്പെരിമെന്റുകളുടെ മാത്രം വർഷമായിരുന്നില്ല. ഫാമിലി ഓഡിയൻസിനും സാധാരണ പ്രേക്ഷകർക്കും വേണ്ട ആ ഒരു എന്റർടൈൻമെന്റും മലയാള സിനിമ അന്ന് തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. വർഷത്തിന്റെ അവസാന പാദത്തിലേക്ക് കടന്നപ്പോൾ വളരെ രസകരമായ മറ്റൊരു പരീക്ഷണം കൂടി മലയാള സിനിമകളിൽ നമ്മൾ കണ്ടു. ഒക്ടോബറിൽ റിലീസായ പുണ്യാളൻ അഗർബത്തീസ്. ഒരു സാധാരണക്കാരന്റെ ബിസിനസ് സ്വപ്നങ്ങളും അതിലെ പ്രതിസന്ധികളും കോമഡിയുടെ പശ്ചാത്തലത്തിൽ വളരെ റിയലിസ്റ്റിക് ആയാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തന്നത്. രഞ്ജിത്ത് ശങ്കറിന്റെ ആ മേക്കിംഗ് ശൈലിയും ജയസൂര്യയുടെ ജോയ് താക്കോൽക്കാരൻ എന്ന കഥാപാത്രവും അന്ന് മലയാളികൾക്ക് ശരിക്കും ഒരു പുത്തൻ അനുഭവമായിരുന്നു. അതേ ഒക്ടോബറിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു യാത്ര കൂടി നമ്മൾ കണ്ടു. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി യുവതലമുറയുടെ യാത്രയായിരുന്നെങ്കിൽ പഴയ തലമുറയുടെ ഓർമ്മകളിലേക്കുള്ള യാത്രയായിരുന്നു ഇടുക്കി ഗോൾഡ്. ഇതൊരു വെറും സിനിമയായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എവിടെയോ നമ്മൾ മറന്നുവെച്ച ആ പഴയ ഗ്യാങ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചു ചേർന്നപ്പോൾ കാണുന്ന നമ്മളിലും അതൊരു വല്ലാത്ത നൊസ്റ്റാൾജി നിറച്ചു. സൗഹൃദത്തിന്റെ ആ നരച്ച അധ്യായങ്ങൾ പോലും അത്രമേൽ സുന്ദരമാണെന്ന് ആഷിഖ് അബു ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇടുക്കിയിലെ ആ മഞ്ഞും ബിജിപാലിന്റെ ഹൃദ്യമായ സംഗീതവും ഒപ്പം ബാബു ആന്റണിയും പ്രതാപത്തൻ ഉൾപ്പെടെയുള്ളവരുടെ അസാധ്യ പ്രകടനവും കൂടിയായപ്പോൾ ഇടുക്കി ഗോൾഡ് ശരിക്കും ഒരു പ്യുവർ സിനിമാറ്റിക് നൊസ്റ്റാൾജിയായി മാറി. അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ ചെക്കോസ്ലോവാക്യക്കാരൻ മൈക്കിളിനെ ഇടുക്കിക്കാരൻ ബെഹനാൻ ഒരു പാഠം കൂടെ പഠിപ്പിച്ചു.
It's not about drugs. It's about friends. Friends you are with. തൊട്ടു പിന്നാലെ നവംബറിൽ വന്ന തിര മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്രെഡിബിൾ ആയ ത്രില്ലറുകൾ ഒന്നായി മാറി. വിനീത് ശ്രീനിവാസന്റെ മേക്കിങ്ങും ശോഭനയുടെ ആ ഗംഭീര തിരിച്ചുവരവും സിനിമയുടെ ക്വാളിറ്റി വലിയൊരു ലെവലിലേക്ക് തന്നെ ഉയർത്തി. മനുഷ്യക്കടത്ത് എന്ന ഭീകരമായ സാമൂഹിക വിഷയത്തെ വളരെ ഫ്രഷ് ആയ ഒരു ത്രില്ലർ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ തിര മലയാളത്തിൽ ഒരു കൾട്ട് ക്ലാസിക്കായി മാറി. സൈക്കോളജിക്കൽ ത്രില്ലറുകളും റോഡ് ട്രിപ്പുകളും റിയലിസ്റ്റിക് പ്രണയകഥകളും കഴിഞ്ഞ് മലയാള സിനിമ 2013 അതിന്റെ പരമാവധിയിലെത്തിയെന്ന് നമ്മൾ കരുതി. പക്ഷേ ഡിസംബർ മാസത്തിലെ മലയാളിക്ക് കിട്ടിയ മറ്റൊരു ക്രിസ്മസ് സമ്മാനമുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ ഇന്ത്യൻ പ്രണയകഥ. ഫഹദ് ഫാസിലിന്റെയും അമല പോളിന്റെയും കഥാപാത്രങ്ങൾ സ്നേഹത്തെയും രാഷ്ട്രീയത്തെയും വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തപ്പോൾ 2013 അവസാനം മലയാള സിനിമയിൽ ഒരു മാന്ത്രികം നിറഞ്ഞു നിന്നു. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും പ്രണയത്തെയും കോർത്തിണക്കി സത്യൻ അന്തിക്കാട് ശൈലിയിൽ ഒരുക്കിയ ഒരു മനോഹര ചിത്രം. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആയി. ഇതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ എന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ആ വരവ്. ലോക സിനിമയ്ക്ക് തന്നെ ഒരു പഠന വിഷയമായി മാറിയ ഈ ചിത്രം ഏതാണെന്ന് ഊഹിക്കാമോ? അതെ, ജിത്തു ജോസഫിന്റെ ദൃശ്യം. സിനിമയുടെ ആദ്യ പകുതി വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. ജിത്തു ജോസഫ് ഒരു മണിക്കൂറിലധികം ചെലവഴിച്ച് ജോർജ് കുട്ടിയുടെ കുടുംബ ബന്ധങ്ങൾ നമ്മളെ കാണിക്കുകയാണ്. കാരണം ആദ്യ പകുതിയിൽ നമ്മൾ കണ്ട ആ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും രണ്ടാം പകുതിയിൽ ജോർജ് കുട്ടിയുടെ പ്രതിരോധായുധങ്ങളായി മാറുന്നു. ഇതൊരു ചെക്കോഫ്സ് ഗൺ പ്രിൻസിപ്പലിന്റെ മാസ്റ്റർ ക്ലാസ് ആണ്. പ്രേക്ഷകരായ നമ്മളെപ്പോലും ഈ തിരക്കഥ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അറിയാതെ തന്നെ നമ്മളും ജോർജ് കുട്ടിയുടെ പങ്കാളിയായി മാറുന്നു. ഈ കൃത്യതയാണ് ദൃശ്യം എന്ന ചിത്രത്തെ ബോളിവുഡ് മുതൽ ചൈന വരെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണിത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. ഒരൊറ്റ വർഷം കൊണ്ട് മലയാള സിനിമ എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത വർഷം 2013. ആ 12 മാസത്തെ യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാകും. ഇതൊരു ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. നമ്മുടെ എഴുത്തുകാരുടെയും സംവിധായകരുടെയും അഭിനേതാക്കളുടെയും ചിന്താഗതിയിൽ നിന്ന് വന്ന അടിസ്ഥാനപരമായ ഒരു മാറ്റമായിരുന്നു അത്. 2013 മുൻപ് ഇന്ത്യൻ സിനിമ മലയാളത്തെ കണ്ടിരുന്നത് ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമകൾ പരീക്ഷണം നടത്തുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടായിരുന്നു. പക്ഷെ 2013 മെയിൻ സ്ട്രീം ക്വാളിറ്റി എന്ന വാക്കിന്റെ നിർവചനം തന്നെ മാറി. ഭീമമായ ബഡ്ജറ്റോ VFX സെറ്റുകളോ അല്ല ഒരു സിനിമയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നത്. അതിന് വേണ്ടത് ശക്തമായ ഒരു പേനയും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കാഴ്ചപ്പാടും പ്രേക്ഷകന്റെ ബുദ്ധിശക്തിയും ബഹുമാനിക്കാനുള്ള മനസ്സുമാണ്. 2013 നമ്മൾ കണ്ട ആ തിരക്കഥകളിലെ മിടുക്കും കഥാപാത്രങ്ങളിലെ ആഴവുമാണ് ഇന്നത്തെ അതിരുകൾ ഭേദിക്കുന്ന മലയാള സിനിമയുടെ അടിത്തറ പാകിയത്. അഭിമാനത്തോടെ പറയാം, നമ്മളുടെ തിരക്കഥകളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ. ജോർജ് കുട്ടി കാണിച്ചു തന്നതുപോലെ കൃത്യമായി മെനഞ്ഞെടുത്ത ആ കഥയ്ക്ക് ആരെയും വിസ്മയിപ്പിക്കാൻ കഴിയും. നമ്മുടെ മലയാള സിനിമയുടെ ഈ സർഗാത്മകതയാണ് നമ്മളുടെ കൈവശമുള്ള ഏറ്റവും വലിയ മാജിക്. അപ്പൊ നമ്മൾ 2013 പറ്റി സംസാരിച്ചല്ലോ. പക്ഷെ നമ്മളിപ്പോൾ 2026 നിൽക്കുമ്പോൾ 2024 പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, പ്രേമലു തുടങ്ങി അസാധ്യമായ പല ചിത്രങ്ങളും വന്ന വർഷം. അത് മാത്രമല്ല, മമ്മൂക്കയുടെ അഭിനയ പ്രാധാന്യം നിറഞ്ഞ ഭ്രമയുഗം, പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചറിവായ ആടുജീവിതം, മലയാളം കണ്ട ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലറുകളിൽ ഒന്നായ കിഷ്കിന്ധാകാന്ഡം, പിന്നെ ഉർവശിയും പാർവതിയും തകർത്താടിയ ഉള്ളൊഴുക്ക് തുടങ്ങി അസാധ്യമായ പല ചിത്രങ്ങളും വന്ന വർഷം. ഒരേ അച്ചിൽ വാർത്ത പോലത്തെ സിനിമകളല്ല, മറിച്ച് പുതിയ പരീക്ഷണങ്ങളും കണ്ടന്റുകളും കൊണ്ടുവന്ന ഒരുപാട് നല്ല സിനിമകൾ 2024 നമ്മൾ കണ്ടു. എന്നാലും ഒരു സ്ക്രിപ്റ്റ് റെവല്യൂഷൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയ ഇമ്പാക്ട് തോന്നിയ വർഷം 2013 ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ 2000 മുന്നേയും കുറെ നല്ല സിനിമകൾ ഉണ്ടായ വർഷങ്ങളുണ്ട്. എങ്കിലും 2000 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സിനിമയുടെ തിരക്കഥയിലും മേക്കിങ്ങിലും ഒരു ന്യൂ വേവ് മാറ്റം വരികയും അത് പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്ത വർഷമാണ് 2013. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾക്ക് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷമായി തോന്നുന്നത് ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഒരു പുതിയ കുഞ്ഞു ചാനലാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വലിയ രീതിയിലുള്ള പ്രചോദനമാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹേസന സൈനിങ് ഓഫ്.